CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചെർപ്പുളശ്ശേരിയിൽ മാതൃക ഓട്ടിസം കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നു. ഹൈസ്കൂൾ പരിസരത്ത് 20 സെന്റ് ഭൂമി വിട്ടു നൽകാൻ വ്യാഴാഴ്ച ചേർന്ന അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയും യോഗത്തിൽ ചർച്ചയായി. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വാതിൽ പൂട്ടുമെന്ന് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ. മണ്ണാർക്കാട് നഗരസഭയിലെ വികസന ഫണ്ട് തിരിമറിയിൽ CPM പ്രതിഷേധിച്ചു. ഓൺലൈൻ ചീറ്റിംഗ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് വഴി സൗഹൃദം സ്ഥാപിച്ച് 11 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് കാറൽമണ്ണ സ്വദേശി ഷൊർണൂരിൽ പിടിയിലായത്. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വാതിൽ പൂട്ടുമെന്ന് ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ. മണ്ണാർക്കാട് നഗരസഭയിലെ വികസന ഫണ്ട് തിരിമറിയിൽ CPM പ്രതിഷേധിച്ചു. മുൻ ചെയർമാൻ മുഹമ്മദ് ബഷീറിന്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല പണവും പദ്ധതികളുമെന്ന് മൻസൂർ വിമർശിച്ചു. പറ്റിച്ച അജണ്ടയാണ്. ആ പറ്റിച്ച ആദ്യം മണ്ണാർക്കാട് നഗരസഭയിലെ 2025-26 വർഷത്തെ വികസന ഫണ്ട് അട്ടിമറിച്ചെന്ന ആരോപണവുമായാണ് CPM രംഗത്തെത്തിയത്. വിവിധ വാർഡുകളിലെ പദ്ധതി വിഹിതം വെട്ടിക്കുറച്ച് മുൻ ചെയർമാന്റെയും ഭരണകക്ഷി കൌൺസിലർമാരുടെയും വാർഡുകളിലേക്ക് വകമാറ്റിയെന്നാണ് ആരോപണം. ഈ നടപടി അംഗീകരിക്കാൻ കഴിയില്ലെന്നും നഗരസഭയുടെ വികസന ഫണ്ട് രാഷ്ട്രീയ താൽപര്യങ്ങൾക്കായി വകമാറ്റുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. പ്രതിഷേധ യോഗത്തിൽ CPM ലോക്കൽ സെക്രട്ടറി കെ മൻസൂർ ഭരണസമിതിയെ രൂക്ഷമായി വിമർശിച്ചു. മുൻ ചെയർമാൻ C മുഹമ്മദ് ബഷീറിന്റെ തറവാട്ടിൽ നിന്നും കൊണ്ടുവന്നതല്ല നഗരസഭയുടെ പണവും പദ്ധതികളുമെന്നും 2 ദിവസത്തിനുള്ളിൽ ഇക്കാര്യത്തിൽ നീതിപൂർവമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ വാതിൽ പൂട്ടുമെന്ന് കെ മൻസൂർ മുന്നറിയിപ്പ് നൽകി. ഞങ്ങളൊരു LDF-ന് വേണ്ടിയിട്ടോ ഒരു CPM-ന് വേണ്ടിയിട്ടോ അല്ല ഈ സമരം നടത്തുന്നത്. ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുനിസിപ്പൽ ചെയർപേഴ്സന്റെ ബാക്ക് സീറ്റിൽ ഡ്രൈവിംഗ് ചെയ്തുകൊണ്ട് അവരുടെയും ചെയർമാന്റെയും മുനിസിപ്പൽ സെക്രട്ടറിയുടെയും ചില ഉദ്യോഗസ്ഥന്മാരുടെയും താൽപര്യപ്രകാരം അവരുടെ സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി, കാരണം കോടികളാണല്ലോ ഈ തെരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ചെലവഴിച്ചത്, അതിനു വേണ്ടിയിട്ടുള്ള പണം തട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇനിയും അത് തുടർന്ന് പോകാൻ ഒരു കാരണവശാലും നമ്മൾ സമ്മതിക്കില്ല. ഫായിദ ബഷീറിന്റെ തറവാട്ട് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ല ഈ പണവും ഈ പദ്ധതികളും എന്ന് ഈ സമയത്ത് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ്. കാരണം എന്ത് തമ്മാടിത്തരവും ചെയ്യാൻ ആരും ചോദിക്കാനില്ല എന്ന ഒരു കരുതലും ഇവിടെ വേണ്ട. ചോദിക്കാത്ത ചില കൌൺസിലർമാരുണ്ടാവും. കാരണം അയാളുടെ അടിമപ്പണിയെടുത്തിരുന്ന ആളാണ് 14-ാം വാർഡിൽ. എങ്ങനെയാണ് അവിടെ ജയിച്ചത് എന്നും പണാധിപത്യം കൊണ്ട് മാത്രം ജയിച്ചുകയും കുപ്രചരണം വഴിച്ചു വിട്ടുകൊണ്ടാണ് ആ പ്രദേശത്ത് മുഴുവൻ അവർ ജയിച്ചു കയറാൻ വേണ്ടി സാധിച്ചത്. 5 കൊല്ലം ഈ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് എല്ലാം ഒറ്റുകൊടുത്ത് ഒറ്റുകാരനായി എല്ലാം അവിടെ കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടല്ലേ അയാൾ അവിടെ ജയിക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെയാണ് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലും. നമുക്കറിയാം, കൊട്ടി ആഘോഷിച്ചിരുന്നു. PRO വർക്ക് ഉൾപ്പെടെ എടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ട് മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയെ നേരിട്ടപ്പോൾ ഞങ്ങൾ സാധാരണക്കാരിൽ നിന്നും 100ഉം 50ഉം 1000ഉം പണം വാങ്ങിക്കൊണ്ട് ആണ് ഞങ്ങൾ വാർഡുകളിൽ സാധാരണക്കാരുടെ ഇടയിലേക്ക് ഞങ്ങൾ ഇറങ്ങിച്ചെന്നത്.
റിസൾട്ട് വന്നപ്പോൾ എന്തായിരുന്നു? ഇന്ന് 12 വാർഡ് CPM-ഉം 12 വാർഡ് ലീഗുമാണ്. എവിടെയായിരുന്നു ഇവിടുത്തെ PR വർക്ക്? ആളുകൾ അത് അംഗീകരിച്ചോ? അപ്പോ കള്ളനാണ് ഭാവിയിൽ ഈ കള്ളൻ ഒരിക്കലും ഇവിടെ വരരുതേ എന്ന ചിന്തയോടുകൂടി തന്നെയാണ് ആളുകൾ വോട്ട് ചെയ്തിട്ടുള്ളത്. അതിനെയെല്ലാം ചില വാർഡുകളിൽ പണം കൊണ്ട് മാത്രം സ്വരൂപിച്ചുകൊണ്ടാണ് ഇന്ന് അവരെ ഭരണസമിതിയിലിരിക്കുന്നത്. ഇപ്പോ ഇവിടെ നിയന്ത്രിക്കുന്നത് ആരാണ്? മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ ചെയർപേഴ്സൺ അവിടെ ഇരിക്കുമ്പോൾ കൗൺസിൽ, നിങ്ങളെല്ലാവരും പത്രക്കാരാണ്, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. കൗൺസിൽ യോഗത്തിൽ കൗൺസിലർമാർ ചോദിക്കുന്നതിന് കൗൺസിലർമാരുടെ മുഖത്ത് നോക്കിയിട്ടല്ല മറുപടി പറയുന്നത്. നേരെ നോക്കുന്നത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള ബെഞ്ചിലേക്ക് ഇരുന്നു കൊണ്ടാണ് നോക്കുന്നത്. ആരുടെ മുഖത്തേക്കാണ് നോക്കുന്നത്? മുൻ ചെയർമാനായ മുഹമ്മദ് ബഷീറിന്റെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത്. ആ തീരുമാനങ്ങളെല്ലാം എടുത്തു പോയാൽ മണ്ണാർക്കാട്ടെ CPM അത് കണ്ടു നോക്കി നിൽക്കില്ല എന്ന് ഈ സമയത്ത് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ വിഷയം അടിയന്തരമായി തിരിച്ച് ഈ പദ്ധതികളെല്ലാം അതാത് വാർഡുകളിലേക്ക്, CPM-ന്റെ 12 കൌൺസിലർമാരുടെ വാർഡുകൾക്കല്ല 30 വാർഡുകളിലും വികസന പ്രവർത്തനം നടത്തണം. അത് തിരിച്ചുട്ട കൊടുവാളിക്കുണ്ട് പോലെയുള്ള, അങ്ങനെയാണെങ്കിൽ ഞങ്ങളിത് പറയേണ്ട കാര്യമല്ല. കൊടുവാളിക്കുണ്ട് ആരാണ് ഭരിക്കുന്നത്? മുസ്ലിം ലീഗാണ്. അവരുടെ ഉൾപ്പെടെ 10 ലക്ഷം രൂപയാണ് അവിടെ കുടിവെള്ളത്തിന് ഏറ്റവും കൂടുതൽ ക്ഷാമമുള്ള സ്ഥലത്ത് 2 കിണർ പുനരുദ്ധാരണ പദ്ധതിക്ക് വെച്ച 2 കിണറുകളും മാറ്റിക്കൊണ്ടാണ് അവരുടെ താല്പര്യപ്രകാരം ആ 29-ാം വാർഡിലേക്ക് മാറ്റിയിട്ടുള്ളത്. 29-ാം വാർഡിൽ വികസനം നടക്കുന്നതിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല. അവിടെ വികസനം നടക്കണം. പക്ഷേ 6 മാസം കൊണ്ട് അവിടുത്തെ മുഴുവൻ വർക്കുകളും പൂർത്തീകരിക്കും എന്ന് പറഞ്ഞ ആളുകൾക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അടിയന്തരമായി അത് നടപ്പിലാക്കണം. പക്ഷെ മുനിസിപ്പാലിറ്റിയുടെ പണം എടുത്തിട്ടല്ല. CCN മണ്ണാർക്കാട്. ചെർപ്പുളശ്ശേരിയിൽ മാതൃകാ ഓട്ടിസം കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നു. ഹൈസ്കൂൾ പരിസരത്ത് 20 സെന്റ് ഭൂമി വിട്ടു നൽകാൻ വ്യാഴാഴ്ച ചേർന്ന അടിയന്തര നഗരസഭാ കൌൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയും യോഗത്തിൽ ചർച്ചയായി. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സമഗ്ര ശിക്ഷ കേരളയുടെ കീഴിൽ ചെർപ്പുളശ്ശേരി BRC പരിധിയിലാണ് മാതൃകാ ഓട്ടിസം കോംപ്ലക്സ് ആരംഭിക്കാൻ അനുമതി ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 2,70,00,000 രൂപ ചെലവഴിച്ചാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. 18 വയസ്സുവരെയുള്ള ഓട്ടിസം ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി പഠനകേന്ദ്രം, തെറാപ്പി സെന്റർ എന്നിവ ഉണ്ടാകും. പദ്ധതിക്ക് ആവശ്യമായ കെട്ടിടം നിർമ്മിക്കാനാണ് ഹൈസ്കൂൾ പരിസരത്ത് മാന്തോപ്പിന് സമീപത്തെ 20 സെന്റ് ഭൂമി വിട്ടു നൽകാൻ കൌൺസിൽ യോഗം തീരുമാനിച്ചത്. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയും യോഗത്തിൽ ചർച്ചയായി. തെരുവുവിളക്ക്, റോഡ് എന്നിവ നന്നാക്കുന്നതിന് പ്രത്യേക പരിഗണന നൽകണമെന്ന് പ്രതിപക്ഷാംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു. 33 വാർഡുകളെയും ഒരുപോലെ പരിഗണിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് KM ഇസ്ഹാഖ് ആവശ്യപ്പെട്ടു. ഇപ്പൊ വാർഡ് വീടുകളാണ്. അപ്പൊ അവരെ സ്ഥിതി എന്താ? അവർ തേച്ചിട്ടില്ല. അവരെ അടുക്കളയിലെ വർക്കുകൾ പൂർത്തിയായിട്ടില്ല. സാനിറ്റേഷൻ വർക്കുകൾ പൂർത്തിയായിട്ടില്ല. അവരെ വീട്ടിൽ ടൈൽ ചെയ്തിട്ടില്ല. ഇങ്ങനെയൊക്കെയുള്ള പ്രയാസങ്ങളാണ് ഇപ്പോ ജനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മൾ വാട്സപ്പിൽ അഭിമുഖീകരിക്കുകയാണ്, നമ്മൾ വർക്കിംഗ് ഗ്രൂപ്പിൽ അഭിമുഖീകരിക്കുകയാണ്. നമുക്കൊരു കാഴ്ചപ്പാടുണ്ടാകണം. അപ്പൊ നിലവിൽ ഏറ്റവും ചുരുങ്ങിയത് ഇപ്പൊ 25,000 ജനറൽ എന്നുള്ളത് 50,000, SC-ക്ക് 50,000 ഉള്ളത് 1,00,000 ആക്കി മാറ്റണമെന്നാണ് എനിക്ക്. അതുമായി എല്ലാ പദ്ധതി ഇപ്പൊ ഞാൻ ഇവിടെ സംസാരിച്ചാൽ അത് കഴിയില്ലല്ലോ യോഗം. അപ്പോൾ എനിക്ക് പ്രധാനപ്പെട്ട ജനങ്ങൾ പറയുന്ന സൂചിപ്പിക്കപ്പെട്ട എന്നോട് പലതരത്തിലുള്ള ആളുകൾ, പല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. ഒന്ന്, നിങ്ങൾ ഈ കോൺക്രീറ്റ് ചെയ്യാത്ത റോഡുകൾ കോൺക്രീറ്റ് ചെയ്യാൻ, ബൾബ് വെളിച്ചമില്ലാത്ത, കാരണം പന്നിശല്യം അത്ര രൂക്ഷമാണ്. പണ്ടേ നമുക്ക് നായ്ക്കളെ മാത്രം നോക്കിയാൽ മതിയായിരുന്നു. ഇപ്പൊ പന്നികളെയും കൂടി നമ്മൾ തടുക്കേണ്ട, അതിനും കൂടി ഒരു ABC വെക്കേണ്ട സ്ഥിതിയിലാണ് ഇപ്പോൾ നമ്മുടെ നാട് മുന്നോട്ട് പോകുന്നത്. അപ്പൊ വെളിച്ചം വേണം. വെള്ളത്തിന്റെ പ്രശ്നം ഇങ്ങനെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. റോഡിന്റെ കാര്യത്തിൽ ഒരു പുനർചിന്തനം ഉണ്ടാകണം. അതിനപ്പുറം നമ്മൾ വ്യക്തിഗത ആനുകൂല്യങ്ങൾ കൊടുക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഇത്രയുമേറെ ഫണ്ട് സംസ്ഥാനത്തിന്റെയും കേന്ദ്രത്തിന്റെയുമായി നമുക്ക് ലഭിക്കുമ്പോൾ നമ്മൾ ആ ജനങ്ങളിൽ നിന്ന് വീഴ്ച 5 കോടിയിലേറെ വരുന്ന വോട്ട് ഫണ്ട് ഉണ്ടാകും. എന്നാൽ സമഗ്ര കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള റോഡ് തകർച്ചയാണ് നഗരസഭാ പരിധിയിലുള്ളതെന്നും തെരുവിളക്ക് പരിപാലനത്തിൽ കൃത്യമായ ഇടപെടലുണ്ടെന്നും വൈസ് ചെയർപേഴ്സൺ C ജയകൃഷ്ണൻ മറുപടി പറഞ്ഞു. നമ്മൾ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്നത് കൗൺസിലർ പറഞ്ഞത് മുക്കിലും ആൾക്കാർക്ക് ഡിമാൻഡ് ഭയങ്കരമാണ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്താ, നമ്മുടെ നഗരസഭാ അതിർത്തിയിൽ ഒരു വീടല്ലെങ്കിലും അവനും റോഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വീട് അത് വേണം. അങ്ങനെയാണ് നമ്മുടെ വളർച്ച, സംശയമൊന്നുമില്ല. ഒരു വീട് എവിടെയാണോ, 2 വീട് എവിടെയാണോ അവിടെയും വീടെത്തുന്നത്. ഇതുകൊണ്ട് കേരളത്തിലെ പെർ ക്യാപിറ്റ ഇൻകം കൂടിക്കഴിഞ്ഞു, സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ട് കഴിഞ്ഞു. ആ എല്ലാവർക്കും എന്നുണ്ട് വാഹനങ്ങളുണ്ട്. നമ്മൾ ആ കൺസെപ്റ്റ് തന്നെ നിൽക്കുന്നു. അപ്പൊ അവിടെ എല്ലായിടത്തേക്കും എത്തിക്കാനുള്ള ഒരു പ്രയാസം, ദ്രുതഗതിയിൽ എത്തിക്കാൻ പ്രയാസമുണ്ട്.
എന്നാലും ലൈനില്ലെങ്കിലും ചിലപ്പോഴൊക്കെ പറയുന്ന പലരും ഓട്ടോമാറ്റിക് ലൈറ്റ് ഇട്ടിട്ടുകൊണ്ട് ഇരിക്കുന്നുണ്ട്. അതും ശരിയല്ല എന്നുള്ളത് നമുക്കുണ്ട്. അതും കുറേ ഭാഗങ്ങൾ നിൽക്കുന്നുണ്ട്. എന്തായാലും ആ ചർച്ചയും മുകളിലേക്ക് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ വിചാരിക്കണമെങ്കിൽ ബേജാറുള്ള കാര്യത്തില്ല. കാരണം എന്താ, നമ്മൾ ധർമ്മസംഖ്യ വയ്ക്കുന്നത് ഇതിലിപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതിൽ അതുകൊണ്ടാണ് പറഞ്ഞത് പോയിന്റ്സ് മേഖലാടിസ്ഥാനത്തിലുള്ള സംഖ്യ എത്രയുണ്ട്. ഇനി നമ്മൾ പറഞ്ഞല്ലോ കർമ്മസമിതി, ഇത് പേരാണ് കർമ്മസമിതിയിൽ വൈദ്യുതിയുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് കർമ്മസമിതി വിളിക്കുന്നു. അതിൽ നമ്മൾ പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്യുന്നു. ആ പ്രോജക്റ്റുകൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും കൂടും. വീണ്ടും കൂടിയിട്ട് നമ്മൾ വീണ്ടും സെമിനാറിലേക്ക് കിടക്കുന്നു. അവിടെയുള്ള നൂതനമായിട്ടുള്ള പറഞ്ഞിട്ട് ആർക്കാണോ നൂതനമായിട്ടുള്ള ആശയം കിട്ടണമെങ്കിൽ നമ്മൾ സ്വീകരിക്കുക. ഒന്ന് അവസരം കിട്ടിയപ്പോഴാണ് നമ്മൾ എടുത്തത്. ഇത് വ്യാഴാഴ്ച ചേർന്ന കൗൺസിൽ യോഗത്തിൽ 6 അജണ്ടകളാണ് ചർച്ച ചെയ്തത്. നഗരസഭാ ചെയർപേഴ്സൺ KT ജംസിയ അധ്യക്ഷയായി. CCN ചെർപ്പുളശ്ശേരി. തിരുവിഴാംകുന്ന് CPA UP സ്കൂൾ സുവർണ ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചുകൊണ്ട് നടത്തിയ വിളംബര ഘോഷയാത്ര ശ്രദ്ധേയമായി. മാളിക്കുന്നിൽ നിന്നും ആരംഭിച്ച ഘോഷയാത്ര വിവിധ കലാരൂപങ്ങളുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ തിരുവിഴാംകുന്നിൽ സമാപിച്ചു. രാഷ്ട്രീയ മേഖലകളില് വ്യത്യസ്ത മേഖലകളിൽ വിരാജിക്കുന്ന വ്യക്തിത്വങ്ങളും പങ്കെടുക്കുന്ന പോകുന്നത് കൈമാറി ജില്ലാ പഞ്ചായത്ത് അംഗം റഷീദ് ആലായൻ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്തു. 50 ആണ്ട് ഒരു നാടിനെ മുന്നോട്ട് നയിക്കാൻ നേതൃത്വം നൽകിയ ഒരു വിദ്യാലയത്തിന്റെ 50ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഈ നാടിന്റെ ചരിത്രത്തിൽ ഇഴകിച്ചേരാൻ, ഒരുമിച്ച് നിൽക്കാൻ, ഒരു നാടിന്റെ കുതിപ്പിലും കിതപ്പിലും പങ്കാളിയാകാൻ ഈ വിദ്യാലയത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ എല്ലാ പരിപാടികളും നോക്കിക്കാണുമ്പോൾ ഒരു പൊതുപ്രവർത്തകന്റെ കുട്ടികളെ നിർത്തി സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല എന്ന് പൂർണ്ണമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നല്ല നാമത്തിൽ, എല്ലാവരുടെയും വിശ്വാസമനുസരിച്ചുള്ള വ്യത്യസ്ത ദൈവങ്ങളുടെ നാമത്തിൽ, എല്ലാവരുടെയും വിശ്വാസപ്രകാരമുള്ള ദൈവനാമത്തിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. സ്കൂൾ മാനേജർ CP ഷിഹാബുദ്ദീൻ അധ്യക്ഷനായി. ബാൻഡ് മേളം, മുത്തുകുടകൾ, വർണ്ണ ബലൂണുകൾ എന്നിവ ഘോഷയാത്രയ്ക്ക് മാറ്റുകൂട്ടി. സ്കൗട്ട് ആൻഡ് ഗൈഡ്, റെഡ് ക്രോസ് സംഘങ്ങൾ എന്നിവർ റാലിയിൽ അണിനിരന്നു. സ്കൗട്ട് ആൻഡ് ഗൈഡ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രദേശത്തെ വീടുകളിൽ പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു. ഒപ്പന, തിരുവാതിര, മാർഗംകളി, കോൽക്കളി, ദഫ്മുട്ട് തുടങ്ങിയ കലാരൂപങ്ങളും ഗാന്ധിജി, നെഹ്റു, അംബേദ്കർ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളുടെ വേഷപ്പകർച്ചകളും ഘോഷയാത്രയ്ക്ക് വർണ്ണചാരുതയേകി. റാലിയിൽ പങ്കെടുത്ത കുട്ടികൾക്ക് പ്രദേശത്തെ വ്യാപാരികളും ക്ലബ് അംഗങ്ങളും വിവിധയിടങ്ങളിൽ ശീതളപാനീയങ്ങൾ വിതരണം ചെയ്തു. സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ സമാപന പരിപാടികൾ ഈ മാസം 7-ാം തീയതി ശനിയാഴ്ച നടക്കും. VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം നിർവഹിക്കുന്ന ചടങ്ങിൽ KTDC ചെയർമാൻ PK ശശി മുഖ്യാതിഥിയാകും. കുട്ടികൾ വിവിധ ഭാഷകളിൽ തയ്യാറാക്കിയ 50 കയ്യെഴുത്ത് പ്രതികളുടെ പ്രകാശനവും അന്നേ ദിവസം നടക്കും. CCN ചത്തല്ലൂർ. തച്ചനാട്ടുകര പഞ്ചായത്തിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമാകുന്നു. പന്നിയുടെ ആക്രമണത്തിൽ മദ്രസ അധ്യാപകന് ഗുരുതരമായി പരിക്കേറ്റു. തച്ചനാട്ടുകര ചോളോട് തിട്ടുമേൽ ഹംസയ്ക്കാണ് പരിക്കേറ്റത്. കുണ്ടൂർക്കുന്ന് പുല്ലാനിവട്ട മദ്രസയിലെ അധ്യാപകനാണ് ഇദ്ദേഹം.
ചോളോട്ടെ വീട്ടിൽ നിന്നും ജോലിക്ക് പോകുന്നതിനിടെ കൂത്തുപറമ്പ് ഭാഗത്ത് വെച്ചായിരുന്നു അപകടം. ഹംസ സഞ്ചരിച്ചിരുന്ന വാഹനത്തിന് മുന്നിലേക്ക് കാട്ടുപന്നികൾ പെട്ടെന്ന് ചാടുകയായിരുന്നു. ഇതോടെ വാഹനം മറിയുകയും ഹംസയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അപകടം കണ്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഇദ്ദേഹത്തെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചത്. വീഴ്ചയിൽ കൈകാലുകൾക്കും തലയ്ക്കും പരിക്കേറ്റിട്ടുണ്ട്. എന്റെ വണ്ടിക്ക് എതിരിൽ പന്നി ചാടുകയും ഞാനും എൻ്റെ വണ്ടിയും മറിയുകയും എൻ്റെ ശരീരത്തിൽ തലയിലും കാലിലും കയ്യിലൊക്കെ മുറിവേൽക്കുകയും അങ്ങനെ അവിടുത്തെ നാട്ടുകാരുടെയും പ്രദേശവാസികളുടെയും എൻ്റെ ജ്യേഷ്ഠൻ്റെയൊക്കെ സഹായത്തോടുകൂടെ ഞാൻ ആസ്പത്രിയിൽ പോവുകയും മുറിയൊക്കെ ഡ്രസ്സ് ചെയ്ത് വരികയും ചെയ്തു. ഞാൻ പോകുന്ന വഴി ചോളോട് അത് കണ്ണോട്ടിൽ ആ ഭാഗത്ത് എപ്പോഴും പന്നികളെ കാണാറുണ്ട്, പന്നിശല്യം ഉണ്ടാവാറുണ്ട്. ഇതിൽ എനിക്ക് ഒരു അപകടം സംഭവിച്ച ആളെന്ന നിലക്ക് എനിക്ക് പറയാനുള്ളത്, ഇതിനൊരു പരിഹാരം കാണാൻ അധികൃതർ എത്രയും പെട്ടെന്ന് ഇതിൽ കണ്ണ് തുറക്കണമെന്നാണ് എനിക്ക് അപേക്ഷിക്കാനുള്ളത്. തച്ചനാട്ടുകര പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കാട്ടുപന്നികളുടെ ശല്യം വല്ലാതെ വർദ്ധിച്ചിരിക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയാകുന്ന കാട്ടുപന്നി ശല്യത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. CCN ചത്തല്ലൂർ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി താഴേക്കോട് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താഴേക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കളപ്പാടൻ ഹുസൈന് നിവേദനം നൽകി. യൂണിറ്റ് പ്രസിഡന്റ് അഷ്റഫ് പുത്തൂരാണ് നിവേദനം കൈമാറിയത്. യൂണിറ്റ് ഭാരവാഹികൾ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനിരുദ്ധിനെയും സന്ദർശിച്ച് ചർച്ചകൾ നടത്തി. വ്യാപാരികൾ ഉന്നയിച്ച വിഷയങ്ങൾ ഉചിതമായ രീതിയിൽ ആലോചിച്ച് നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് അധികൃതർ ഭാരവാഹികൾക്ക് ഉറപ്പു നൽകി. യൂണിറ്റ് ട്രഷറർ AK ലത്തീഫ്, വനിതാ വിംഗ് പ്രസിഡന്റ് സീനത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ യാസർ, അഷ്റഫ്, മുഹമ്മദ് അലി തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. CCN ചത്തല്ലൂർ. ശ്രീകൃഷ്ണപുരം മണ്ണമ്പറ്റ പൂഴിയപ്പറമ്പ് നാലിശ്ശേരി ഭഗവതി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ താലപ്പൊലി മഹോത്സവം ഭക്തിനിർഭരമായി ആഘോഷിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാളവേല ആഘോഷിച്ചു. താലപ്പൊലി ദിനമായ വെള്ളിയാഴ്ച വൈകിട്ട് 5 മണിയോടെ വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ദേവസ്വം വേല, വടക്കൻ വേല, പടിഞ്ഞാറൻ വേല, കിഴക്കൻ വേല, വടക്കൻ ബ്രദേഴ്സ് വേല, ചെറുങ്ങോട് വേല, ആനപ്രേമി സംഘം വേല എന്നിവയാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ക്ഷേത്രത്തിലെത്തിയത്. വിവിധ വേലകളിലായി 9ഓളം ഗജവീരന്മാർ അണിനിരന്നു. പകൽ വേലകൾക്ക് ശേഷം രാത്രി 8:30 തായമ്പകയും 9 മണിക്ക് കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം കാളവേലയും ആഘോഷിച്ചു.
CCN കടമ്പഴിപ്പുറം. ഓൺലൈൻ ചീറ്റിംഗ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് വഴി സൗഹൃദം സ്ഥാപിച്ച് 11 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് കാറൽമണ്ണ സ്വദേശി ഷൊർണൂരിൽ പിടിയിലായത്. കാറൽമണ്ണ സ്വദേശി മുഹമ്മദ് അഫ്സലാണ് ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത്. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന പരാതിക്കാരനെ ഫേസ്ബുക്ക് വഴി പരിചയപ്പെട്ട വിവിധ വാഗ്ദാനങ്ങൾ നൽകി വിശ്വസിപ്പിച്ചാണ് പ്രതി പണം തട്ടിയത്. ഇൻസ്പെക്ടർ വി രവികുമാർ, ASI രവി, JCPO സജീഷ്, CPO സുജി ശേഖർ എന്നിവർ അടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. CCN ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ചെർപ്പുളശ്ശേരിയിൽ മാതൃക ഓട്ടിസം കോംപ്ലക്സ് യാഥാർത്ഥ്യമാകുന്നു. ഹൈസ്കൂൾ പരിസരത്ത് 20 സെന്റ് ഭൂമി വിട്ടു നൽകാൻ വ്യാഴാഴ്ച ചേർന്ന അടിയന്തര നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനിച്ചു. വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ടുള്ള അജണ്ടയും യോഗത്തിൽ ചർച്ചയായി. 2 ദിവസത്തിനുള്ളിൽ തീരുമാനമായില്ലെങ്കിൽ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയുടെ വാതിൽ പൂട്ടുമെന്ന് ലോക്കൽ സെക്രട്ടറി K മൻസൂർ. മണ്ണാർക്കാട് നഗരസഭയിലെ വികസന ഫണ്ട് തിരിമറിയിൽ CPM പ്രതിഷേധിച്ചു. ഓൺലൈൻ ചീറ്റിംഗ് കേസിൽ ഉൾപ്പെട്ട പ്രതിയെ ഷൊർണൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. ഫേസ്ബുക്ക് വഴി സൗഹൃദം സ്ഥാപിച്ച് 11 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിലാണ് കാറൽമണ്ണ സ്വദേശി ഷൊർണൂരിൽ പിടിയിലായത്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.